Hi students. Accounting equation double entry bookkeeping in ഒരു foundation ആണ്. Equation ഇതാണ് assets is equal to liabilities plus capital. Assets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ resources owned by the business, then liabilities owes to the money owes to the third parties. Then capital is money invested by the owner. ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. ഉദാഹരണത്തിന് അസറ്റ്സ് 50 ആണെങ്കിൽ ലയബിലിറ്റിയും ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്യുമ്പോൾ 50 തന്നെ ആയിരിക്കും വരുന്നത്. ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും. നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നമ്മളെ അക്കൗണ്ടിങ് ഇക്വേഷനെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഒന്നാമതായിട്ട് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 10,000. ഇത് നമ്മുടെ അസറ്റ് ആയ ക്യാഷിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നു, അറ്റ് ദ സെയിം ടൈം ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. സെക്കൻഡ്, ബോട്ട് ഫർണിച്ചർ ഫോർ 2,000. ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ വാങ്ങുന്നു, അപ്പൊ ക്യാഷ് കുറയുന്നു, ഫർണിച്ചർ കൂടുന്നു. ബോത്ത് ആർ അസറ്റ്സ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, അതായത് നമ്മൾ കുറച്ച് സാധനങ്ങൾ ക്രെഡിറ്റിൽ വാങ്ങിക്കുന്നു, അത് നമ്മുടെ സ്റ്റോക്കിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നു, അതായത് ഇൻവെന്ററി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു, നമ്മുടെ ലയബിലിറ്റിയെ കൂട്ടുന്നു. Then pay to creditors means നമ്മുടെ ക്യാഷിൽ നിന്ന് കുറവ് വരുന്നു, ക്രെഡിറ്റേഴ്സ് പേ ഓഫ് ചെയ്യുമ്പോൾ അവരിലും ലയബിലിറ്റിയിലും കുറവ് വരുന്നു. ദെൻ ഏൺഡ് ഇൻകം, ഒരു ഇൻകം നമ്മൾ ഏൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് അല്ലെ ബാങ്ക് ബാലൻസ് കൂടും. ദെൻ പ്രോഫിറ്റ് കൂടും, പ്രോഫിറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റലും കൂടും. പെയ്ഡ് സാലറി മീൻസ് നമ്മുടെ ക്യാഷ് കുറയുന്നു, എക്സ്പെൻസസ് എപ്പോഴും നമ്മുടെ ക്യാപിറ്റലിനെ ഡിക്രീസ് ചെയ്യിപ്പിക്കും. ലാസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഓണർ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് ബിസിനസ്സിൽ നിന്ന് മണി അല്ലെ ഗുഡ്സ് എടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷനിൽ പറയുന്നത് ക്യാഷ് ഡ്രോയിങ്സ് ആണ്. അതുകൊണ്ട് ക്യാഷിൽ കുറവ് വരുന്നു. ഇങ്ങനെ ഡ്രോയിങ് സംഭവിക്കുമ്പോൾ ക്യാപിറ്റലിൽ നിന്നും അതിന്റെ കുറവ് വരുന്നു. ഇങ്ങനെയാണ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ അക്കൗണ്ടിങ് ഇക്വേഷനെ ബാധിക്കുന്നത്. താങ്ക് യു.